ഇതിലെ വെളിവായ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഇബ്ലീസിന് അന്ന പോയി ഫനം ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ അവൻ അന്ന് എതിരാവില്ലെന്നോ പരിഭാവകാൻ പറഞ്ഞത്. ആ മയ്യത്തിന് നിങ്ങൾ സുജൂദ് ചെയ്യില്ലല്ലോ, മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാത്തപ്പോൾ സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മുന്നിൽ ആരാ നിങ്ങൾക്ക് അറിയില്ല, അങ്ങോട്ട് പോകാൻ നമുക്ക്. റസൂലുള്ളാഹിയാണ് അവിടെ ആദ്യം മുന്നിൽ നിന്ന് നിസ്കാരം പഠിപ്പിച്ചത്. റസൂലുള്ളാഹിയൊക്കെയാണ് സുജൂദ് ചെയ്തത്. ഇമാമു ഖിബിലയാണ് റസൂലുള്ളാഹി. അപ്പം ഈ അള്ളാഹുവാണ് മോനെ പ്രപഞ്ചനാഥനായ പരമാത്മാവായ അള്ളാഹുവാണ്, ചൈതന്യമായ ഈശ്വരനാണ്. അവൻ്റെ ആവശ്യത്തിനാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. അവൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ട്, ഇതിൽ പ്രവേശിച്ചുകൊണ്ട്, സൃഷ്ടാവ് തന്നെ ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്നത്. ഏതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വാഹനം ഉണ്ടാക്കണം, നിങ്ങൾക്ക് യാത്ര ചെയ്യാനോ, എൻ്റെ സൈക്കിളോ കാറോ വീടോ എന്തുണ്ടാക്കിയാലും നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ? എന്നിട്ട് അതിൽ വസിക്കുന്നതും അതിനെ ഉപയോഗിക്കുന്നതും യാത്ര ചെയ്യുന്നതും താമസിക്കുന്നതൊക്കെ ആരാ? സൃഷ്ടാവായ നിങ്ങൾ തന്നെ ആണോ? എന്താ മോനെ? ആണ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടിയാ സൃഷ്ടിച്ച. എന്നെ പോലെ അള്ളാഹു തൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്, അള്ളാഹു ഈശ്വരൻ തൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെയും സകലമാനത്തെയും മനുഷ്യ സ്വരൂപത്തെയും സൃഷ്ടിച്ചുകൊണ്ട് സൃഷ്ടാവ് തന്നെ ഇതിൽ പ്രവേശിച്ച് ഇതിലൂടെ കാണും ബഷീറും സമീം അലി മുഖൈൽ കയ്യുമായ അള്ളാഹുവാണ് ഇതിലെ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത്. ഈ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്തത്.